അപ്പോൾ ഇതിൽ നമ്മൾ റിവേഴ്സ് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എന്താണൊരു റിവർ സിസ്റ്റം എന്ന് നമ്മൾ അറിയണം. എന്താണൊരു റിവർ സിസ്റ്റം? എന്താണൊരു റിവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവർ, അതിൻ്റെ ട്രിബ്യൂട്ടറീസ്, ഒരു റിവറും അതിൻ്റെ പോഷക നദികളും, അതായത് നദികളും അതിൻ്റെ ഒപ്പം അതിൻ്റെ പോഷക നദികളും, അതിനെയാണ് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെ ഒരുമിച്ചാണ് ടുഗെദർ വി കോൾഡ് ഇറ്റ് ആസ് റിവർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതാണൊരു റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഡ്രെയിനേജ് ബേസിൻ എന്താണെന്ന് പറയുക. ഇതാണ് നമ്മളുടെ ബേസിക് ടേംസ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബേസിക് ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഡ്രെയിനേജ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ റിവർ സിസ്റ്റം. ഇപ്പോൾ റിവർ സിസ്റ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു സിംഗിൾ റിവർ സിസ്റ്റം കാരണം ഏതൊക്കെ ഏരിയയാണോ ഡ്രെയിൻ ചെയ്തത്, ഏതൊക്കെ ഏരിയ ഈ ഒരു സിംഗിൾ റിവർ സിസ്റ്റം വഴി ഡ്രെയിൻ ചെയ്തു. അതായത് ഇപ്പോൾ ഒരു നദി ഇതിൽ കൂടി പോയെങ്കിൽ ഇത് ഈ ഏരിയ, അതായത് ഈ ഏരിയ ഫുള്ളത് നനച്ച് ഡ്രെയിൻ ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ? ഇവിടെ ഫുള്ള് ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് സ്ഥലം മാത്രമാണ് ഡ്രെയിൻ ചെയ്തത്, ആ ഡ്രെയിൻ ചെയ്ത ഏരിയനെ മാത്രം നമ്മളതിനെ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് റിവർ സിസ്റ്റം എന്നും എന്താണ് ഡ്രെയിനേജ് ബേസിൻ എന്നും മനസ്സിലായി. ഇനി ഇന്ത്യൻ റിവേഴ്സിനെ നമ്മൾക്ക് മെയിനായിട്ട് 2 മേജർ ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വണ്ണാണ് ഹിമാലയൻ. ഫസ്റ്റ് വണ്ണാണ് ഹിമാലയൻ റിവേഴ്സ്. ഫസ്റ്റ് വൺ ഹിമാലയൻ റിവേഴ്സ്. രണ്ടാമത്തതാണ് പെനിൻസുലാർ റിവേഴ്സ്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സ് എന്നും പെനിൻസുലാർ റിവേഴ്സ് എന്നുമായിട്ടാണ് നമ്മൾ ഇന്ത്യൻ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹിമാലയൻ റിവേഴ്സിൽ മെയിനായിട്ട് വന്ന റിവേഴ്സുകളാണ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഈ ഒരു 3 റിവേഴ്സാണ് മെയിനായിട്ടും ഹിമാലയൻ റിവേഴ്സിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു റിവർ എവിടെ നിന്നായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഹിമാലയൻ റിവേഴ്സ് എന്നാണ് നമ്മളിതിന് പേരിട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ റിവേഴ്സ് എവിടെ നിന്നായിരിക്കും സ്വാഭാവികമായിട്ട് ഒറിജിനേറ്റ് ചെയ്യേണ്ടത്? ഹിമാലയാസിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഹിമാലയാസിൽ നിന്നാണ് ഈ ഒരു റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഗ്രേറ്റ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലൂടെ ഫ്ലോ ചെയ്യും, അതായത് ഒഴുകും. എന്താണ് ഈ ഗ്രേറ്റ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ? അതായത് ഈ ഏരിയ, ഈ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേറ്റ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലൂടെ ഇത് ഒഴുകും. എവിടെ നിന്ന് ഫോം ചെയ്തിട്ട്? ഹിമാലയസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇതിൽ കൂടെ ആയിരിക്കും ഇത് ഒഴുകുന്നത്, എലോങ് വിത്ത് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അതായത് ഹിമാലയൻ റിവേഴ്സ് ഹിമാലയസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഗ്രേറ്റ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലൂടെ അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെ ഒപ്പം ഒഴുകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? ഹിമാലയൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇത് മറന്നു പോകാണ്ടിരിക്കാനായിട്ട്, ഹിമാലയൻ തന്നെ ഭയങ്കര വലുതാണ്. അപ്പോൾ അതിൽ കൂടി ഒഴുകുന്ന അതിൻ്റെ റിവർ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നത് ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയാണല്ലോ. അപ്പോൾ നമ്മൾ അതിനെ ബിഗ് എന്ന് ഓർത്ത് വെക്കാം. ഹിമാലയ പോലെ തന്നെ ബിഗ്, അതായത് ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ, അങ്ങനെ ഓർത്ത് വെക്കാം. ഇതിൻ്റെ അകത്ത് ഈ നടുക്കത്തെ ഇൻഡസിലെ ഇത് മാത്രമാണ് വെസ്റ്റിലേക്ക് ഒഴുകുന്നത്. ഇപ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ നിങ്ങൾക്കറിയാലോ. ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. ഓക്കെ, ഇതാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇൻഡസ് മാത്രമാണ് വെസ്റ്റിലേക്ക് ഒഴുകുന്നത്. ബാക്കി ബ്രഹ്മപുത്രയും ഗംഗയും ഒഴുകുന്നത് എന്താണ്? ഈസ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാവുന്നത്, വെസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ദ ഹിമാലയൻ റിവർ ഏതാണെന്ന് ചോദിക്കാം. അതാണ് ഇൻഡസ്. ഇൻഡസിനെ തന്നെയാണ് സിന്ധു എന്നറിയപ്പെടുന്നതും ഇൻഡസിനെ തന്നെയാണ്. ഇനി ഈ മോസ്റ്റ് ഓഫ് ദീസ് ഹിമാലയൻ റിവേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ ട്രിബ്യൂട്ടറീസും പെരിനിയൽ ആയിരിക്കും. എന്താണ്? പെരിനിയൽ. പെരിനിയൽ മീനിങ് മീൻസ്
അവർ വറ്റാറില്ല. അപ്പോൾ ഇതിൻ്റെ മോസ്റ്റ് റിവേഴ്സും എന്തായിരിക്കും, അതിൻ്റെ ട്രിബ്യൂട്ടറീസും പെരിനിയൽ ആയിരിക്കും. കാരണം അവർക്ക് വാട്ടർ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? അവർക്ക് വാട്ടർ കിട്ടുന്നത് ഹിമാലയസിൽ നിന്നുണ്ടാവുന്ന ഗ്ലേസിയേഴ്സ്. എന്താണ് ഈ ഗ്ലേസിയേഴ്സ്? ഈ മഞ്ഞുകട്ടയില്ലേ, മഞ്ഞുകട്ടയുടെ ഈ ഒരു പാളികളിനെയാണ് നമ്മൾ ഗ്ലേസിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്ലേസിയേഴ്സിൽ നിന്നും റെയിൻസിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന വാട്ടർ ആയതുകൊണ്ടാണ് ഇത് പെരിനിയൽ, അതായത് വറ്റില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതിന് വരാൻ കാരണം. ഇനി മോസ്റ്റ് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് ഹിമാലയസിനെക്കാളും ഭയങ്കര ഓൾഡർ ആയിരിക്കും. ഹിമാലയസിനെക്കാളും ഓൾഡറാണ് മോസ്റ്റ് ഹിമാലയൻ റിവേഴ്സ്. അങ്ങനെ ഹിമാലയസിനെക്കാളും ഓൾഡർ ആയിട്ടുള്ള ആ ഒരു റിവേഴ്സിനെ, മോസ്റ്റ് ഹിമാലയൻ റിവേഴ്സും ഹിമാലയസിനെക്കാളും ഓൾഡറാണ്, അങ്ങനെയുള്ള റിവേഴ്സിനെയാണ് നമ്മൾ ആൻറ്റിസിഡൻറ്റ് റിവേഴ്സ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഈസ് ANTECEDENT. അപ്പോൾ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ഹിമാലയൻ റിവേഴ്സും ഹിമാലയസിനെക്കാളും ഭയങ്കര ഓൾഡറാണ്, അങ്ങനെയുള്ളതിനെയാണ് ആൻറ്റിസിഡൻറ്റ് റിവേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മെയിനായിട്ട് 6 റിവേഴ്സാണ് ആൻറ്റിസിഡൻറ്റ് റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഇത് 3 ആൻറ്റിസിഡൻറ്റ് റിവേഴ്സാണ്. ഇനി ഇതിന് തന്നെ കുറേ ട്രിബ്യൂട്ടറീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ആൻറ്റിസിഡൻറ്റ് റിവേഴ്സിൽ വരുന്ന ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സറ്റ്ലജാണ്. ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സറ്റ്ലജും, ഗംഗയും അതിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഗാഗ്രയും കോസി, KOSI, ഗാഗ്ര ആൻഡ് കോസിയാണ്. പിന്നെ ബ്രഹ്മപുത്ര. അപ്പം ഇങ്ങനെയാണ് 6 ആൻറ്റിസിഡൻറ്റ് റിവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ഇവരൊക്കെയാണ്, അതായത് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറി സറ്റ്ലജ്, ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഗാഗ്ര ആൻഡ് കോസി, പിന്നെ ബ്രഹ്മപുത്ര. അപ്പോൾ ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് ഒന്ന് നോട്ട് ചെയ്യുക. ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറിയാണ് സറ്റ്ലജ്, ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ് ഗാഗ്ര ആൻഡ് കോസി ആൻഡ് ബ്രഹ്മപുത്ര. ഇത്രയാണ് ആൻറ്റിസിഡൻറ്റ് റിവേഴ്സ്. ഇനി ഇത്രയാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഹിമാലയൻ റിവേഴ്സിൽ മെയിനായിട്ട് എത്ര റിവേഴ്സാണുള്ളത്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. അതിൻ്റെ അകത്ത് ഇൻഡസ് റിവർ സിസ്റ്റത്തിനെയാണ് നമ്മളിനി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്, ഇൻഡസ് റിവർ സിസ്റ്റം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഡസ് എന്ന് പറയുന്നത് എന്താ? ഇൻഡസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രെയിനേജ് സിസ്റ്റമാണ് ഇൻഡസ് എന്ന് പറയുന്നത്. ഇതിന് മൊത്തം ലെങ്ത്ത് എത്രയാണെന്നറിയോ? ഇതിൻ്റെ മൊത്തം ലെങ്ത്ത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസിൻ്റെ ലെങ്ത്ത് അതായത് 2880 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 2880 കിലോമീറ്റർ ആണ്. ഇതിൽ എത്ര ഭാഗമാണ് ഇന്ത്യയിൽ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ട് വരും, ഇത് ഏതിൽ കൂടി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയിൽ ഇൻഡസ് മാത്രമാണ് വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അപ്പോൾ ഇൻഡസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുണ്ടോ, ഈ ഒരു ഗ്ലേഷ്യർ, ഇതിൻ്റെ പേരാണ് ബൊക്കാർച്ചു ഗ്ലേഷ്യർ. ഈ ഒരു ഗ്ലേഷ്യർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലാണോ? അല്ല, ഇത് സ്ഥിതി ചെയ്യുന്നത് മാനസരോവർ ലേക്ക് ഇൻ ദ കൈലാസ് റേഞ്ച്. കൈലാസമൊക്കെ എവിടെയാണ്? ഇതൊക്കെ ചൈന, ടിബറ്റ്, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ടിബറ്റാണ് അല്ലേ, ടിബറ്റ് ഓർ ചൈന, ഈ ഒരു പോർഷനിലാണ് ഈ ഒരു ബൊക്കാർച്ചു ഗ്ലേഷ്യർ ഉള്ളത്. എന്ന് പറഞ്ഞാൽ കൈലാസ് റേഞ്ചസിലെ മാനസരോവർ ലേക്കിലാണ് ഈ ഒരു ബൊക്കാർച്ചു ഗ്ലേഷ്യർ ഇരിക്കുന്നത്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നാൽ ഇതാണ് മൗണ്ട് കൈലാഷ്. ഓക്കെ, ഇതാണ് മൗണ്ട് കൈലാസ് എന്ന് പറയുന്നത്. ഈ മൗണ്ട് കൈലാസിൻ്റെ അടുത്തായിട്ടുള്ള ഈ ഒരു മാനസരോവർ ലേക്ക് ഉണ്ടോ, ഇതാണ് മാനസരോവർ ലേക്ക് എന്ന് പറയുന്നത്. ഈ മാനസരോവർ ലേക്കിൻ്റെ ഇതിൻ്റെ അടുത്തായിട്ടാണ് എന്തുള്ളത്? ബൊക്കാർച്ചു ഗ്ലേഷ്യർ ഉള്ളത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബൊക്കാർച്ചു ഗ്ലേഷ്യർ. ഇതെന്ന് പറയുന്നത് എവിടെയാണ്? ടിബറ്റിലാണ് കേട്ടോ. ഇത് ടിബറ്റ്, അല്ലെങ്കിൽ ഓപ്ഷൻ ചൈന എന്നാണെന്നുള്ളതെങ്കിൽ ചൈന. അപ്പോൾ ഇവിടെ നിന്നാണിത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് എന്നിട്ട് ഒറിജിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് എങ്ങോട്ടേക്ക് കയറും? നമ്മളുടെ ഇന്ത്യയിലോട്ട് കയറും. അങ്ങനെയാണിത് ഇന്ത്യയിലേക്ക് കയറുന്നത്. ഇത് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ലഡാക്ക് ഡിസ്ട്രിക്റ്റാണ്. ലഡാക്ക്
ഇതാണ് ലഡാക്ക് അല്ലേ, ഇത്രയും ഭാഗമാണ് ലഡാക്ക്. ഈ ഒരു ലഡാക്ക് ഡിസ്ട്രിക്റ്റിൽ എത്തുമ്പോഴാണ് അത് ഇന്ത്യയിലോട്ട് കയറുന്നത്. ഇതിൽ കാണുമ്പോൾ അറിയാം, ഇതാണ് ലഡാക്ക് അല്ലേ, ഇതാണ് ലഡാക്ക്. ലഡാക്കിലാകെ 2 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ, ഒന്ന് ലേയും ഒന്ന് കാർഗിലും. അപ്പോൾ ഈ ലഡാക്ക് കണ്ട് ചൈന അല്ലെങ്കിൽ ടിബറ്റിൽ നിന്ന് ഇവിടെ നിന്നാണ് നമ്മളുടെ ഇൻഡസ് കയറുന്നത്. എന്നിട്ട് ഈ ലഡാക്കിൽ കൂടെ ഇത് കയറും. അങ്ങനെ ഈ ലഡാക്കിൽ കൂടി കയറി നമ്മളുടെ ഇന്ത്യയിലേക്ക് ഇത് എത്തി. എന്നിട്ട് ഇത് ഇന്ത്യയിലെ ഇതിൽ കൂടിയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലഡാക്ക് റേഞ്ചും, ഇതാണ് ലഡാക്ക് റേഞ്ച്, ഇതാണ് സസ്കർ റേഞ്ച്, ഇതിൻ്റെ ഇടയിൽ കൂടിയാണിത് ഫ്ലോ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ലഡാക്ക് റേഞ്ചിൻ്റെയും സസ്കർ റേഞ്ചിൻ്റെയും ഇടയിൽ കൂടിയാണ് ഈ ഇൻഡസ് ഫ്ലോ ചെയ്യുന്നത്. ഇതെന്നിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ പാകിസ്ഥാൻ്റെ അടുത്തുള്ള നങ്ക പർവ്വതം എന്ന് പറയുന്ന പ്ലേസ് ഉണ്ട്. എന്താണ് നങ്ക, NANGA, നങ്ക പർവ്വത് എന്ന സ്ഥലത്ത് ഇതെത്തും. അങ്ങനെയാണ്, എന്നിട്ട് അതെന്ത് ചെയ്യും, പാകിസ്ഥാനിലേക്ക് ഒഴുകും. അങ്ങനെയാണ് ഇൻഡസ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ശരിക്കും ബൊക്കാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മൊത്തം ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, 2880 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് വേറൊരു ചോദ്യം ചോദിക്കാവുന്നത്, ഇത് എന്തോരം ഭാഗമാണ് ഇന്ത്യയിൽ, എത്ര കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഫ്ലോ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 709 കിലോമീറ്റർ ഇന്ത്യയുടെ ഉള്ളിലാണ് ഫ്ലോ ചെയ്യുന്നത്. ചില പുസ്തകങ്ങളിൽ പക്ഷേ ചിലപ്പോൾ ഓപ്ഷനിൽ 709 ഇല്ലെങ്കിൽ ചിലതിൽ 800 കിലോമീറ്റർ എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ 800 എന്നില്ലെങ്കിൽ ഓപ്ഷൻസിൽ 709 ആണെങ്കിൽ യു ഹാവ് ടു മാർക്ക് 709, ചിലതിൽ 800 എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമാണ് നമ്മളുടെ ഇന്ത്യയിലൂടെ ഇത് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഈ ഇൻഡസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ബൊക്കാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ബൊക്കാർച്ചു ഗ്ലേസിയർ എവിടെയാണ്, നമ്മുടെ ടിബറ്റ് അല്ലെങ്കിൽ ചൈനയിലാണ് അല്ലേ. അപ്പോൾ ഈ ടിബറ്റിൽ ഈ ഇൻഡസ് എന്ന് പറഞ്ഞ നദിയെ ടിബറ്റിൽ അറിയപ്പെടുന്നത് ലയൺസ് മൗത്ത് എന്നാണ്. എന്താണ് ലയൺസ് മൗത്ത് അല്ലെങ്കിൽ ലയണിനെ നമ്മൾ സിംഹം എന്ന് പറയുന്ന പോലെ അവിടെ പറയുന്നത്, സിംഹം എന്ന് പറയുന്ന പോലെ അവിടെ പറയുന്നത് സിംഗി. അപ്പോൾ സിംഗി കമ്പൻ എന്നാണ് ഇൻഡസിൻ്റെ പേര് ചൈനയിൽ. ആൻഡ് ഇൻഡസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ചോദിക്കാം. ഇൻഡസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ ഡയറക്ഷനാണ്. നോർത്ത് വെസ്റ്റേൺ ഡയറക്ഷനിൽ കൂടെയാണ് ഇൻഡസ് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഗോർജസ് ഫോം ചെയ്യുന്ന ഇന്ത്യൻ റിവർ ഏതാണെന്നൊരു ചോദ്യം വരാം. ഗോർജസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഗോർജസ്, മലകൾക്കിടയിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതാണ് ഈ ഗോർജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോർജസ് ഫോം ചെയ്യുന്ന റിവറിൻ്റെ ആൻസറും ഇൻഡസ് തന്നെയാണ്. ഇനി ഇൻഡസ് ഫ്ലോ ചെയ്യുന്ന ഓൺലി ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ മാത്രമാണ് ഇൻഡസ് ഫ്ലോ ചെയ്യുന്ന ഒരേ ഒരു ഇന്ത്യൻ സ്റ്റേറ്റ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഒരേ ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ഈ ഇൻഡസ് ഫ്ലോ ചെയ്യുന്നത്. ലഡാക്ക് എന്ന് പറയുന്നത് എന്താണ്, യൂണിയൻ ടെറിട്ടറിയാണ് അല്ലേ. അപ്പോൾ ഓൺലി ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ഇൻഡസ് ഫ്ലോസ് ത്രൂ ഈസ് ദ ജമ്മു ആൻഡ് കാശ്മീർ. ഇനി ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് നോക്കാം. ഇൻഡസിൻ്റെ മേജർ ട്രിബ്യൂട്ടറീസ് ആണ് ഏത്, ഇതാണ് ജലം, ചെനാബ്, ബിയാസ്, സത്ലജ്. കുറേ ട്രിബ്യൂട്ടറീസ് ഉണ്ട്, അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് മാത്രമാണ് നോട്ട് ചെയ്യേണ്ടത്. ജലം, ചെനാബ്, ബിയാസ്, സത്ലജ് ആണ് ഈ ഇൻഡസിൻ്റെ മെയിൻ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൂടി എവിടെ ചെന്നാണ് ജോയിൻ ചെയ്യുന്നത്, അതായത് ഇവിടെ കാണിച്ചു തരാം. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുന്നത് കണ്ടോ, ഈ ഒരു പ്ലേസ് ഉണ്ട് മിത്താൻകോട്ട്. ഇവിടെ ഈ ജലം, ചെനാബ്, രവി, സത്ലജ് ഇതെല്ലാം ഇങ്ങനെ ഒഴുകി അത് ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഇതെല്ലാം കൂടി മീറ്റ് ചെയ്യുന്നത് മിത്താൻകോട്ട്, പാകിസ്ഥാനിലെ മിത്താൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ജോയിൻ ചെയ്ത് അവർ കൂട്ടിമുട്ടുന്നത് പാകിസ്ഥാനിലെ മിത്താൻകോട്ടിലാണ്. ഇനി ഇതിൻ്റെ വേറെ കുറച്ച് ട്രിബ്യൂട്ടറീസ് ഉണ്ട്, അതാണ് സസ്കാർ. ഇവിടെ കാണിച്ചു തരാം. സസ്കാർ, അതേപോലെ തന്നെ ന്യൂബ്ര, ഷയോക്ക്
ആൻഡ് ഹുൻസ. ഇതും ഇതിൻ്റെ വേറൊരു ട്രിബ്യൂട്ടറീസാണ്. പക്ഷേ ഇത് ജോയിൻ ചെയ്യുന്നത് കാശ്മീർ റീജിയനിലാണ്. ഈ ഒരു കാശ്മീർ റീജിയനിലാണ് ഈ ഒരു ട്രിബ്യൂട്ടറീസ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ജലം, ചെനാബ്, റബി, ബീസ്, സത്ലജ് ജോയിൻ ചെയ്യുന്നത് മിത്താൻകോട്ടിലും. സസ്കർ, ന്യൂബ്ര, ഷിയോക്ക്, ഹുൻസ. എന്തൊക്കെയാണ്? സസ്കർ, ഷയോക്ക്, ന്യൂബ്ര, ഹുൻസ ഇത്രയും ജോയിൻ ചെയ്യുന്നത് കാശ്മീർ റീജിയനിലാണ്. എന്നിട്ട് ഇതെല്ലാം ലാസ്റ്റ് ഒഴുകുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഇതിൽ നിന്ന് ഇന്ത്യയുടെ പുറത്ത് പാകിസ്ഥാനിലേക്ക് പോയി ഏറ്റവും അവസാനം ഇതെന്ത് ചെയ്യും? ഇത് അറേബ്യൻ സീയിലോട്ട്, പാകിസ്ഥാനിൽ നിന്ന് ഒഴുകി ലാസ്റ്റ് അറേബ്യൻ സീയിലോട്ട് ഒഴുകിപ്പോവും. ഈ അറേബ്യൻ സീയിലോട്ട് ഒഴുകുന്നത് പാകിസ്ഥാനിൽ ഒഴുകിക്കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് കറാച്ചി എന്ന് പറഞ്ഞ പ്ലേസിൽ എത്തിക്കഴിഞ്ഞ ശേഷമാണ് ഇത് അറേബ്യൻ സീയിലോട്ട് ഒഴുകുന്നത്. അപ്പോൾ അറേബ്യൻ സീയിലോട്ട് ഒഴുകണതിന് മുമ്പ് അതെവിടെ എത്തുന്നു? അത് കറാച്ചിയിൽ എത്തിയതിന് ശേഷമാണ് അത് എങ്ങോട്ട് ഒഴുകുന്നത്? അറേബ്യൻ സീയിലോട്ട് ഒഴുകുന്നത്. ഈ കറാച്ചിയിൽ എത്തിയതിന് ശേഷമാണ് അത് അറേബ്യൻ സീയിലേക്ക് ഒഴുകുന്നത്. ഇനി നമ്മൾ ഓരോ ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് പറഞ്ഞു. ജലം, ചെനാബ്, രവി, ബീസ്, സത്ലജ് എന്നൊക്കെ പറഞ്ഞു. ഇനി ഓരോന്നിനെയും കുറിച്ച് നമ്മൾക്കൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ ജലം. ഈ ഓരോ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ ജലം എന്ന് പറയുന്നത് ഇതാണ് ജലം അല്ലേ? ഇതാണ് ജലം. ജലം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ജലം ഒറിജിനേറ്റ് ചെയ്യുന്നത് വെരിനാഗ് എന്ന് പറയുന്ന ഒരു സ്പ്രിങ്ങിൽ നിന്നാണ്. വെരിനാഗ്. ഇത് ഏത് സ്പ്രിങ്ങിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് വെരിനാഗിൽ നിന്നാണ്. ഇനി ഏത് പ്ലേസിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ? ശ്രീനഗർ എന്നാണ്. അപ്പോൾ വെരിനാഗ് എന്ന് പറഞ്ഞ സ്പ്രിങ്ങിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതൊരു പ്ലേസാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനഗർ. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്ഷനിൽ ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ കാശ്മീർ എന്ന് മാത്രമുള്ളെങ്കിൽ അതായിരിക്കും ആൻസർ. അപ്പോൾ കാരണം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ക്യാപിറ്റലാണ് ഈ ശ്രീനഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസിലൊന്നില്ലെങ്കിൽ ശ്രീനഗർ എന്നായിരിക്കാം, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്നായിരിക്കാം. ഇല്ലെങ്കിൽ സ്പ്രിങ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ വെരിനാഗ് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ജലം എന്ന് പറയുന്ന ആ ഒരു ട്രിബ്യൂട്ടറി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇതിൽ കൂടിയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ പേരാണ് വൂളാർ ലേക്ക്. WULAR. വൂളാർ ലേക്കിൽ കൂടി അത് ഒഴുകുന്നു. എന്നിട്ടത് കാശ്മീർ വാലിയിൽ കൂടി ഒഴുകി അത് ആനന്ത്നാഗ് ആൻഡ് ബരമുള്ള എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഇടയിൽ കൂടിയാണ് ഒഴുകുന്നത്. ആ ഒരു ഡിസ്ട്രിക്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ജലം സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീനഗർ അല്ലെങ്കിൽ വെരിനാഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ആ വൂളാർ ലേക്ക് എന്ന് പറയുന്നത്. ഈ വൂളാർ ലേക്കിൽ കൂടിയാണ് ഈ ജലം ഒഴുകുന്നത്. എന്നിട്ട് ഇതിലൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ആ ഒരു ഡിസ്ട്രിക്റ്റാണ് ഇത് കണ്ടോ, ആനന്ത്നാഗ്. അതേപോലെ തന്നെ ബറാമുള്ള എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ബറാമുള്ള MULLA. അപ്പോൾ ബറാമുള്ള, അനന്ത്നാഗ് എന്ന് പറഞ്ഞ ഒരു പ്ലേസിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് ഒഴുകുന്നത്. എന്നിട്ട് ഇത് ചെനാബിൽ വന്ന് ഇതുണ്ട ജലം ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ് ശ്രീനഗർ ഉള്ളത്. എന്നിട്ട് വൂളാർ ലേക്കിൽ കൂടി ഒഴുകി. എന്നിട്ട് ഇതാണ് ചെനാബ്. ഇതുണ്ടോ, ഈ ചെനാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രിബ്യൂട്ടറിനെ ഇത് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇത് ജോയിൻ ചെയ്യുന്ന പ്ലേസ് ഏതാണെന്ന് ചോദിക്കും. ജലം എവിടെ വെച്ചിട്ടാണ് ചെനാബിനെ ജോയിൻ ചെയ്യുന്നത്? അതാണ് ജാങ് എന്ന് പറഞ്ഞത് എവിടെയാണത്? പാകിസ്ഥാനിലാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ഇത്രയും ഭാഗമാണ് ശരിക്കും ഇന്ത്യ അല്ലേ? ഇതാണ് ഇന്ത്യ. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഒഴുകി ഇവിടെ വരെ എത്തി, പാകിസ്ഥാനിലെത്തിയല്ലേ. അപ്പോൾ പാകിസ്ഥാനിലെ ജാങ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് എന്തുമായിട്ട് ജോയിൻ ചെയ്യുന്നത്? ഇത് ചെനാബായിട്ട്, ഇതൊരു ചെനാബായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഈ ചെനാബായിട്ട് ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? ജാങ്ങിൽ വെച്ചാണ് അത് ജോയിൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം. അതായത് BC 326 BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് 326 ഹെഡാസ്പസ് യുദ്ധം നടന്നത്, ഹെഡാസ്പസ് വാർ നടന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിക്കാം. അതിൻ്റെ ഉത്തരം ജലം നദീക്കരയിലാണ് ഹെഡാസ്പസ് യുദ്ധം നടന്നത്. അതാണ് ഇതിൽ നിന്ന് ചോദിക്കാവുന്നൊരു ചോദ്യം. ഇനി നമ്മൾ ചെനാബ് വരെ എത്തി. ഇനി ചെനാബ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യണമെന്ന് നോക്കാം.
അപ്പോൾ ജലം ഒറിജിനേറ്റ് ചെയ്യുന്നത് ശ്രീനഗറിൽ നിന്നാണ്. ഇനി ചെനാബ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബാരാലാച്ച പാസ്. ചെനാബ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇതേതുണ്ടോ, ബാരാലാച്ച പാസ് ഇൻ ലാഹുൽ ഡിസ്ട്രിക്റ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലുള്ള എന്താണ്, ലാഹുൽ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഹിമാചൽ പ്രദേശിലെ ലാഹുൽ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ആ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഒഴുകുന്നതല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ലാഹുൽ ഡിസ്ട്രിക്റ്റിൽ ഒരു പാസ് ഉണ്ട്. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. ബാരാലാച്ച പാസ്, BARA, ബാരാലാച്ച പാസ്. അപ്പോൾ ബാരാലാച്ച പാസിൽ നിന്നാണ് നമ്മളുടെ ചെനാബ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഹിമാചൽ പ്രദേശിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഈ ചെനാബ് എന്നല്ല അറിയപ്പെടുന്നത്. അവിടെ ഈ ചെനാബിനെ അറിയപ്പെടുന്നത് ചന്ദ്രഭാഗ എന്നാണ്. BHAGA, ചന്ദ്രഭാഗ എന്നാണ് ചെനാബിനെ ഹിമാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത്. ഇനി അതങ്ങനെ ഒഴുകി ചെനാബ് കണ്ട ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതെന്ത് ചെയ്യും, ഇങ്ങനെ ഒഴുകി ലാസ്റ്റ് ഇത് വന്നിട്ട് ആരായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്? ഇത് വന്ന് സത്ലജ് എന്ന് പറഞ്ഞ നദീനെയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ചെനാബ് ജോയിൻ ചെയ്യുന്നത് ഇവിടെ രവി കിടക്കുന്നുണ്ടെങ്കിലും ഇത് വന്ന് ജോയിൻ ചെയ്യുന്നത് സത്ലജ് നദിയിലോട്ടാണ്. ഇറ്റ് ജോയിൻസ് അറ്റ് സത്ലജ്. ചെനാബ് സത്ലജുമായിട്ട് ജോയിൻ ചെയ്യുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിക്കാം. അതാണ് പഞ്ചനാട്. അപ്പോൾ ചെനാബ് സത്ലജ്, ഇതല്ലേ സത്ലജ്, ഇത് ചെനാബ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെ പറയണതാണ് പഞ്ചനാട്. പഞ്ചനാട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മുടെ ചെനാബ് സത്ലജിനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ഓർക്കുക. ചെനാബ് സത്ലജിനെയാണ് ജോയിൻ ചെയ്യുന്നത്. താഴെ രവി ഉണ്ടെങ്കിലും അതിനല്ല, സത്ലജിലേക്കാണിത് ജോയിൻ ചെയ്യുന്നത്. ഇനി ഇതിലൊരു ചോദിക്കാവുന്നൊരു ചോദ്യം, ചെനാബ് നദിക്കരയിൽ എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഡാം ഏതാണ്? അപ്പോൾ ചെനാബ് നദിക്കരയിൽ എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു ഡാമാണ് ബഗ്ലിഹാർ ഡാം. അപ്പോൾ ചെനാബ് ബഗ്ലിഹാർ ഡാം. അപ്പോൾ ചെനാബിനെ വെച്ച് നോക്കുമ്പോൾ ചെനാബ് ബിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒറിജിനേറ്റ് ചെയ്യുന്നതും ബി വെച്ചിട്ടുള്ള ബാരാലാച്ച പാസിൽ നിന്നാണ്. അതേപോലെ തന്നെ അതിൻ്റെ കുറുകെയുള്ള നദിയും ബി വെച്ചിട്ടുള്ള ബഗ്ലിഹാർ ഡാമാണ്, കുറുകെയുള്ള ഡാം. ഓക്കെ, ഇനി അടുത്തത് രവിയാണ്. രവി എന്ന് പറയുന്നത് മൊത്തം ആകെ 72 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് ഈ രവി നദി എന്ന് പറയുന്നത്. അപ്പോൾ രവി നദി എന്ന് പറയുന്നത് ആകെ മൊത്തം 72 കിലോമീറ്ററാണ് ഇതുള്ളത്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, രവി എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? കുളു ഹിൽസ്, റോട്ടാങ് പാസ് ഉണ്ട് ഇവിടെ. അപ്പോൾ റോട്ടാങ് പാസിനടുത്തുള്ള കുളു ഹിൽസിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. റോട്ടാങ് പാസ് എവിടെയാണുള്ളത്? റോട്ടാങ് പാസ് എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ റോട്ടാങ് പാസിനടുത്തുള്ള കുളു ഹിൽസിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. റിവർ ഓഫ് ലാഹോർ. ഇപ്പോൾ റിവർ ഓഫ് ലാഹോർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഈ രവി നദിയാണ് റിവർ ഓഫ് ലാഹോർ എന്നറിയപ്പെടുന്നത്. എന്നിട്ട് ഈ രവി ചെനാബിനെ ജോയിൻ ചെയ്യുന്നു. രവി ആരായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്? രവി ജോയിൻസ് ദ ചെനാബ്. ഇപ്പോൾ രവി എന്ന് പറയുന്ന ഒരു ചെറിയ നദിയാണ്, അത് ആകെ 72 കിലോമീറ്ററേ ഉള്ളൂ. ഇത് ചെനാബിനെയാണ് ജോയിൻ ചെയ്യുന്നത്. ഇത് ചെനാബിനെ ജോയിൻ ചെയ്യുന്നത് ഇവിടെ കണ്ടോ, സരൈ സിന്ധു എന്ന് പറയുന്ന പാകിസ്ഥാനിലെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ചെനാബിനെ ജോയിൻ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ രവി നദിയാണ് ഏറ്റവും ചെറിയ നദി കേട്ടോ. ഇതിനകത്തുള്ള ഏറ്റവും ട്രിബ്യൂട്ടറീസിലെ ചെറിയ ഒരു ട്രിബ്യൂട്ടറിയാണ് രവി. കാരണം അത് ആകെ ഒരു 72 കിലോമീറ്ററേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബിയാസ്. എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ബിയാസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അത് സിമ്പിളാണ്. ബിയാസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബിയാസ് കുണ്ട് എന്ന് പറഞ്ഞ റോട്ടാങ് പാസിനരികത്തുള്ള ബിയാസ് കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബിയാസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഇൻഡസിൻ്റെ ആകെയുള്ള ഇതിൻ്റെ അത് നമുക്ക് ബാക്കിയുള്ള ട്രിബ്യൂട്ടറീസ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അതെല്ലാം എന്തിൽ കൂടി ഒഴുകുന്നുണ്ട്? പാകിസ്ഥാനിൽ കൂടി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡസിലെ ആകെയുള്ളൊരു ട്രിബ്യൂട്ടറി അത് ഫുള്ളായിട്ട് ഇന്ത്യയിൽ കൂടി മാത്രം ഒഴുകുന്നു. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ആൻസറാണ് ബിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ബിയാസ് എന്ന് പറയുന്നത് ഇത് ഇത്രയേ ഉള്ളൂ, ഫുള്ളി ഇന്ത്യയിലാണ് ഇത് ഒഴുകുന്നത്, വേറെ എങ്ങോട്ടേക്കും അത് പോയിട്ടില്ല. അപ്പോൾ ഇൻഡസിൻ്റെ ഒരു ട്രിബ്യൂട്ടറി ഫുള്ളി ഫ്ലോസ് ത്രൂ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിയാസാണ്.
ഇനി ഇത് എന്തിലൊക്കെ കൂടിയാണ് ഒഴുകുന്നത്? ഇത് ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചെറുതായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഇവിടെയാണ് എഴുതിയിട്ടുണ്ട്. ഇത് ഒഴുകുന്നത് ശരിക്കും കുളു കാഗ്ര വാലി ആൻഡ് മണാലി വാലിയിൽ കൂടിയാണിത് ഒഴുകുന്നത്. അപ്പോൾ ഇത് പഞ്ചാബ് പ്ലെയിനിൽ, പഞ്ചാബ്, ഇവിടെ പഞ്ചാബാണ്, ഇവിടെയുള്ള ഡിസ്ട്രിക്റ്റ് ശരിക്കും പഞ്ചാബാണ്. അപ്പോൾ ഈ പഞ്ചാബ് പ്ലെയിനിൽ എത്തണതിന് മുമ്പ് അത് ഒഴുകുന്ന വാലീസാണ് കുളു കാഗ്ര വാലി, കുളു കാൻഗ്ര, KHANGRA, കുളു കാൻഗ്ര വാലി ആൻഡ് മണാലി വാലി. ഈ 2 വാലിയിൽ കൂടിയാണ് അത് പഞ്ചാബിലേക്ക് എത്തുന്നതിന് മുമ്പ് ഫ്ലോ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ബിയാസ് ഇന്ത്യയിൽ കൂടി മാത്രമല്ല ഒഴുകുന്നുള്ളൂ. അതപ്പോൾ പെട്ടെന്ന് സത്ലജിലേക്കാണത് ജോയിൻ ചെയ്യുന്നത്. സത്ലജിലേക്ക് എവിടെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഹരിക്കെ എന്ന് പറഞ്ഞ ഒരു പ്ലേസിലുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പഞ്ചാബിലൊരു പ്ലേസാണ് ഹരിക്കെ. ഈ ഹരിക്കെ എന്ന് പറഞ്ഞ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ് ഈ ബിയാസ് സത്ലജായിട്ട് ജോയിൻ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ബിയാസിനെ കുറിച്ച് പറയാൻ. ഇനി പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സത്ലജിനെ കുറിച്ചാണ്. സത്ലജ് എവിടെ നിന്നാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ റാക്കാസ് ലേക്ക് ഉണ്ട്. റാക്കാസ് ലേക്ക് എന്ന് പറഞ്ഞാൽ അത് ടിബറ്റിലുള്ള ലേക്കാണ്. മാനസരോവർ, നമ്മൾ നേരത്തെ പറഞ്ഞ മാനസരോവർ ഇല്ലേ, ഞാൻ പടം കാണിച്ചതില്ലേ, അതായത് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് മാനസരോവർ ലേക്ക്. ഈ മാനസരോവർ ലേക്കിന് അടുത്ത് എന്താണ്, ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കാണ് റക്കാസ് ലേക്ക്. ഇതാണ് ഈ കാണുന്ന ഈ റക്കാസ് ലേക്ക്. കണ്ടോ? ഈ ഒരു റക്കാസ് ലേക്കിൽ നിന്നാണ് എന്തൊഴുകുന്നത്? സത്ലജ്. അപ്പോൾ ഇതിൽ കൂടി ഒഴുകുന്ന ഈ റക്കാസ് ലേക്കിൽ നിന്നാണ് സത്ലജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റക്കാസ് ലേക്കിൽ നിന്നാണ് നമ്മളുടെ സത്ലജ് റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, മാനസരോവർ ലേക്ക്. അപ്പോൾ ഇത് ഇന്ത്യയിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്, ഇത് ഇന്ത്യയിൽ കൂടെ മാത്രം, ഈ സത്ലജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൂടെ മാത്രം ഫ്ലോ ചെയ്യുന്നത് 1050 കിലോമീറ്ററാണ്. 1050 കിലോമീറ്ററാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ആകെ കിലോമീറ്റർ പറഞ്ഞത് എന്തിൻ്റെയൊക്കെ കിലോമീറ്ററാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞത്? മൊത്തം ഇൻഡസിൻ്റെ കിലോമീറ്റർ നമ്മൾ പറഞ്ഞു 2880. അതേപോലെ തന്നെ ഇന്ത്യയിൽ കൂടെ മാത്രം ഒഴുകുന്നത് പറഞ്ഞു 709 അല്ലെങ്കിൽ 800. പിന്നെ പറഞ്ഞത് രവിനെ മാത്രം നമ്മൾ മെൻഷൻ ചെയ്തുള്ളൂ. കാരണം എന്താണ്? രവിയാണ് ഏറ്റവും സ്മോളസ്റ്റ് ട്രിബ്യൂട്ടറീസ്, അതാണത് 72 കിലോമീറ്റർ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് സത്ലജിൻ്റെ കിലോമീറ്ററാണ്, അതാണ് 1050. ഇതിൻ്റെ കിലോമീറ്റർ പറയാൻ കാരണം ഇൻഡസിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ഇതാണ്, സത്ലജാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കിലോമീറ്റർ മെൻഷൻ ചെയ്തത്. 1050 കിലോമീറ്ററാണ് ഇതിന് ഉള്ളത്. കാരണം ഇതാണ് ദ ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ഈസ് വാട്ട്? സത്ലജാണ്. ഇനി ദ സദേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറി, ഇതാണ് ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസാണ് ഈ കിടക്കുന്നത്. ഇതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് കിടക്കുന്നത് ആരാണ്? സത്ലജാണ് അല്ലേ. അപ്പോൾ സത്ലജ് ദ സദേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാലും അതിൻ്റെ ആൻസർ എന്താണ്? സത്ലജ് തന്നെയാണ്. ഇനി ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റാക്കാസ് ലേക്കിൽ നിന്നാണ്. എന്നിട്ട് ഇത് ഫ്ലോ ചെയ്യുന്നത് ഷിപ്കില പാസ് എന്ന് പറഞ്ഞൊരു പാസ് ഉണ്ട്. ആ ഒരു പാസിൽ കൂടിയാണിത് ഫ്ലോ ചെയ്യുന്നത്, ഒഴുകുന്നത്. ഷിപ്കില പാസിൽ കൂടി സത്ലജ് എസ്. അതേപോലെ തന്നെ ഇത് ഒഴുകുന്ന പാസ് ഷിപ്കില പാസ്, എസ് തന്നെ, ഷിപ്കില പാസിൽ കൂടി ഒഴുകി ആണിത് പോകുന്നത്. ഇനി ഇതിൻ്റെ കുറുകെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഡാം ഏതാണെന്ന് ചോദിക്കും. അതേതാണത്? അതാണ് ബക്രാനങ്കൽ ഡാം. ബക്രാനങ്കൽ ഡാം ഇവിടെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത് സത്ലജിന് കുറുകെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഡാമാണ്. ഇനി ഇത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു നമ്മളുടെ ഇതുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ ഒരു ബൗണ്ടറി പോലെ ഫോം ചെയ്യുന്ന ഒരു റിവർ കൂടിയാണ്. ഇതാണ് ഇന്ത്യ, ഇതാണ് പാകിസ്ഥാൻ അല്ല. അപ്പോൾ ഇതിനൊരു ബൗണ്ടറി പോലെ ഫോം ചെയ്യുന്നത് ഒരു നദി എന്നറിയപ്പെടുന്നതും സത്ലജാണ്. അപ്പോൾ എത്ര കിലോമീറ്ററാണ് ഈ ഒരു ബൗണ്ടറി ഫോം ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ബൗണ്ടറി ഫോം ചെയ്യുന്നത് സത്ലജാണ്. ഈ ഒരു കിലോമീറ്റർ, ഇത്രയും ബൗണ്ടറി ഫോം ചെയ്യുന്ന കിലോമീറ്റർ, ഈ ഒരു ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 120 കിലോമീറ്ററാണ്. അത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിക്കാം. ഇത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഫിറോസ്പൂർ മുതൽ ഫസിൽക്ക വരെ 120 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബൗണ്ടറി ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സത്ലജ് എന്ന് പറയുന്ന നദിയാണ്. അപ്പോൾ ഫിറോസ്പൂർ മുതൽ ഫസിൽക്ക വരെ ഒരു ബൗണ്ടറി, ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ആയിട്ട് ഫോം ചെയ്യുന്നത് സത്ലജ് റിവറാണ്. ഇനി നമ്മൾക്ക് ഒരു ഇതിൽ നിന്ന് ചോദിക്കുന്നത് ഒരു ഇൻഡസ് റിവർ അഗ്രിമെൻറ്റ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൈൻ ചെയ്തത്
സൈൻ ചെയ്തതെന്ന് പറയുന്നത് 19th സെപ്റ്റംബറിലാണ് ഇൻഡസ് റിവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു എഗ്രിമെൻറ്റ് 19th സെപ്റ്റംബർ 1916 സൈൻ ചെയ്തത്. ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസിന് ഈ ഒരു ഇൻഡസ് റിവർ സിസ്റ്റത്തിൻ്റെ 20% വാട്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു സൈൻ ചെയ്തത്. 20% മാത്രം വാട്ടർ ഇൻഡസിൻ്റെ ടോട്ടലിൻ്റെ 20% മാത്രമേ ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എഗ്രിമെൻറ്റ്. കാരണം ഇതിനകത്ത് കൂടുതൽ ഭാഗം ഒഴുകുന്നതും പാകിസ്ഥാനിൽ കൂടെയാണ്. ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് ആരൊക്കെ തമ്മിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവും അതേപോലെ തന്നെ മുഹമ്മദ് അയൂബ് ഖാൻ AYUBKHAN മുഹമ്മദ് അയൂബ് ഖാനും ജവഹർലാൽ നെഹ്റുവും തമ്മിലാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം, ദ റിവർ ഇൻഡസ് ഈസ് നോൺ ആസ് ദ ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇൻഡസ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ പാകിസ്ഥാൻ്റെ നാഷണൽ റിവറും എന്ത് തന്നെയാണ്? ഇൻഡസ് ആണ്. ഇത്രേ ഉള്ളൂ ഇൻഡസിനെ കുറിച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി ഗംഗ റിവർ സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന വേറൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്തസിന്ധു എന്നറിയപ്പെടുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്? സപ്തസിന്ധു എന്നറിയപ്പെടുന്നതാണ് ഇൻഡസ്, സരസ്വതി ഇപ്പോൾ ഇല്ല. സരസ്വതി എന്ന് പറഞ്ഞ നദി ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇൻഡസ്, സരസ്വതി, അതേപോലെ തന്നെ ജലം നമ്മൾ പറഞ്ഞു. പിന്നെ ചെനാബ്. ഇൻഡസ്, സരസ്വതി, ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇത്രയുമാണ് സപ്ത മീൻസ് 7 സിന്ധു, സപ്തസിന്ധു എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഗംഗയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ടൊന്നും കൂടി വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. അതായത് ഇൻഡസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലേഷ്യർ നിയർ മാനസറോവർ ലേക്ക്. ഏതാണ് ആ ഗ്ലേഷ്യറിൻ്റെ പേര്? ആ ഗ്ലേഷ്യറിൻ്റെ പേരാണ് ബൊക്കാച്ചു ഗ്ലേഷ്യർ അല്ലേ. അപ്പോൾ നമ്മുടെ ഇൻഡസ് എന്ന് പറയുന്നത് ഇൻഡസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ് ഇൻഡസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ജലം സ്റ്റാർട്ട് ചെയ്യുന്നത് വെരിനാഗ് സ്പ്രിംഗ് അല്ലെങ്കിൽ ശ്രീനഗർ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് നമുക്ക് പറയാം. ഇനി ചേനാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാരാലാച്ച പാസിൽ നിന്നും. ഇനി രവി സ്റ്റാർട്ട് ചെയ്യുന്നത് കുളു ഹിൽസ് നിയർ റോട്ടാങ് പാസ്. ബിയാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയാസ് കുണ്ട് നിയർ റോട്ടാങ് പാസ്. സത്ലജ് സ്റ്റാർട്ട് ചെയ്യുന്നത് റക്കാസ് ലേക്ക് നിയർ ദ മാനസറോവർ ലേക്ക്. ഇതാണ് ഇത്ര നമ്മൾ പഠിച്ചത്. ഓക്കെ, എത്ര കിലോമീറ്റേഴ്സൊക്കെയാണ്? ഏറ്റവും ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറീസ് ഏതാണ്? നാഷണൽ റിവർ ഓഫ് പാകിസ്ഥാൻ ഏതാണ്? ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക.